ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ്, 4 വരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് പോയി കണ്ടു നോക്കണേ. അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് 5ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ ദ പാറ്റേൺ ഗിവൺ ബിലോ ഓൺ ഇറ്റ്. അതായത് 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചിട്ട് താഴെ തന്നിട്ടുള്ള ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് നമ്മൾ കോമ്പസിൽ ഒരു 3 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്തായി 3 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ റേഡിയസിന് 3 സെൻറ്റിമീറ്റർ എന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അതിന് ശേഷം എന്താ ചെയ്യേണ്ട, ചിത്രത്തിലുള്ള രീതിയിൽ പാറ്റേണിനെ മാറ്റിയെടുക്കണം അല്ലേ. അതിനുശേഷം നമ്മൾ ആ വര ഒന്ന് നീട്ടി വരച്ചിട്ട് അതിൻ്റെ സെൻട്രൽ പോയിന്റുകൾ, അതായത് ആ റേഡിയസിൻ്റെ സെൻട്രൽ പോയിന്റിലെ 3 സെൻറ്റിമീറ്ററിൻ്റെ പകുതി, അതായത് 1.5 സെൻറ്റിമീറ്ററിൽ ഓരോ പോയിന്റും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്തും ആ ഭാഗത്തും 2 വശത്തും 1.5 സെൻറ്റിമീറ്ററിൽ ഓരോ പോയിന്റും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മളിപ്പോൾ ഒരു മാർക്ക് ചെയ്തില്ലേ ഒരു പോയിന്റ് 1.5 സെൻറ്റിമീറ്ററിൽ, അതിൽ കോമ്പസ് വെച്ചിട്ട് 1.5 സെൻറ്റിമീറ്ററിൽ ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. 1.5 സെൻറ്റിമീറ്ററാണ് നമ്മൾ അളവെടുത്തത്. അതിപ്പോൾ കോമ്പസിൽ 1.5 സെൻറ്റിമീറ്റർ എടുക്കാം, അതല്ലെങ്കിൽ ആ സെൻറ്ററിൽ കൂടെ വരുന്ന രീതിയിൽ ആ ഒരു അർദ്ധവൃത്തം, ഒരു ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കുക. ഇനി ഇതേ നമ്മൾ ഒരു പോയിന്റും കൂടെ 1.5 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നോ, അതിൽ കോമ്പസ് വെച്ചിട്ട് മറ്റേ വശത്തേക്കും ഇതേപോലെ തന്നെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ആ ചിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടുണ്ടല്ലേ. ഇനി അടുത്തത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മുകളിൽ നിന്ന് താഴേക്കും സെൻറ്ററിൽ കൂടെ ഒരു വര വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ വരയിലും നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലും താഴെയായിട്ട് ഓരോ 1.5 സെൻറ്റിമീറ്റർ അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ സെൻട്രൽ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ആ ഒരു സൈഡിലും കൂടി ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ താഴെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് താഴേക്കും അങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കണം. ഇനി നോക്കൂ, നമുക്ക് ആ ചോദ്യത്തിൽ തന്നിട്ടുള്ള രൂപത്തിലേക്ക് ഈ ചിത്രമാവാൻ എന്ത് ചെയ്താൽ മതി, എക്സ്ട്രാ വരച്ചിട്ടുള്ള വരയും കുത്തൊക്കെ ഒന്ന് വായിച്ചു കൊടുത്താൽ മതി അല്ലേ. അപ്പം നമുക്ക് ആ ചിത്രത്തിലുള്ള പോലെ, ചോദ്യത്തിലുള്ള പോലെ ചിത്രം മാറിയിട്ടുണ്ടാവും. ഈ ആക്ടിവിറ്റിയിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഗിവൺ ബിലോ ആർ സർക്കിൾസ് ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 1 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ലൈൻ ഡ്രോൺ ബൈ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദി 2 സർക്കിൾസ്. എന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. അതായത് താഴെ 2 സർക്കിൾ തന്നിട്ടുണ്ട്. ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞത് 3 സെൻറ്റിമീറ്റർ ആണ്, മറ്റേതിൻ്റെത് 1 സെൻറ്റിമീറ്ററുമാണ്. ആ 2 റേഡിയസും കൂടി കൂട്ടി വരച്ചിട്ടുള്ള ആ ഒരു ലൈനിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഒന്ന് 3 ആണ്, ഒന്ന് 1 ആണ് നമുക്കറിയാം. അപ്പം രണ്ടും കൂടെ കൂട്ടി ആ വരയ്ക്ക് എത്രയായിരിക്കും അതിൻ്റെ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ അല്ലേ. അതായത് ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിൾ വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ അത് രണ്ടും കൂടിയും കൂട്ടിയിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും 4 സെൻറ്റിമീറ്റർ. നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പം നമുക്കിനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. അതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ആൾ ദി ഡിജിറ്റ് 6, 7, 8 ആൻഡ് 9 എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് 6ഉം 7ഉം 8ഉം 9ഉം ഉപയോഗിച്ചിട്ട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കൂ, ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം എന്നേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് ഏതൊക്കെയാണെന്ന് എഴുതുകയാണ്. അത് ഏതൊക്കെയാണെന്ന് എഴുതണമെന്നില്ല, എണ്ണം എത്രയാണെന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതായത് 66, 7, 8, 9 4 അക്കങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 67 എന്ന് എടുക്കാം. ആദ്യത്തെ അക്കം 6 എന്ന് വരുന്ന രീതിയിൽ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും നോക്കുക. അപ്പോൾ ആദ്യത്തത് 6 ആണെങ്കിൽ 67 കൊണ്ട് നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റൂലേ. 89 എന്നും 98 എന്നും അത് തിരിച്ചും മറിച്ചു വിട്ടുക. അതുപോലെ അതിന് ആദ്യത്തെ 6 വരുന്നതിൽ നമുക്ക് 67 എന്ന് കഴിഞ്ഞിട്ട് 68 എടുക്കുകയാണെങ്കിലോ 68 കഴിഞ്ഞാൽ 79ഉം 97 അങ്ങനെ 2 എണ്ണം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇനി 69 ആണെങ്കിലോ 78, 87 അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റില്ല. അത് ആദ്യത്തെ അക്കം 6 എന്ന് വരുന്ന രീതിയിൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ 7 കൊണ്ടും എന്ത് തന്നെ ചെയ്യാൻ പറ്റും 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. 8 കൊണ്ടും 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ 9 കൊണ്ടും 6 എണ്ണം തന്നെ ഉണ്ടാക്കാൻ പറ്റൂലേ. അപ്പോൾ നോക്കൂ, മൊത്തം എത്ര എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് 24 എണ്ണം അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് 24 എണ്ണം എന്ന് എഴുതാം. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ബി നോക്കൂ. ഹൗ മെനി നമ്പേഴ്സ് വിൽ ബി ദർ വിത്ത് 7 ഇൻ ദി വൺസ് പ്ലേസ്. അതായത് വൺസിൻ്റെ പ്ലേസിൽ 7 വരുന്ന എത്ര എണ്ണം ഉണ്ട് എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. 6 അല്ലേ ഉള്ളത്. നോക്കൂ,
പിന്നെ 6 ഫസ്റ്റത്തെ സംഖ്യ ആയിട്ട് വരുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 7 2 പ്രാവശ്യം വരും. 7 ഒറ്റയുടെ പിന്നെ ഫസ്റ്റത്തെ സംഖ്യ ആയിട്ട് വരുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 7 വരില്ല അല്ലേ. അതുപോലെ 8 ആവുമ്പോഴും 2 പ്രാവശ്യം വരും, 9 ആവുമ്പോഴും 2 പ്രാവശ്യം വരും. അങ്ങനെ മൊത്തം 6 എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 6 എണ്ണം എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സി നോക്കാം. Among the numbers formed using all the digits 6, 7, 8 and 9, how many odd numbers are there എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ 6, 7, 8, 9 കൊണ്ട് കുറേ നമ്പേഴ്സ് ഉണ്ടാക്കിയില്ലേ, അങ്ങനെ ആ എല്ലാ നമ്പേഴ്സിലും എത്ര ഓഡ് നമ്പർ ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓഡ് നമ്പർ കാണുക? നമുക്കറിയാം അവസാനത്തെ അക്കം ഓഡ് നമ്പർ ആണെങ്കിൽ ആ ഒരു നമ്പർ തന്നെ എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇതിൽ എത്ര ഓഡ് നമ്പർ ഉണ്ട് നോക്കൂ. അപ്പോൾ നമ്മൾ 6 കൊണ്ട് ഉണ്ടാക്കിയാൽ 9 ലാസ്റ്റ് വരുന്നതുണ്ട്, 7 ലാസ്റ്റ് വരുന്നതുണ്ട് അല്ലേ. അപ്പോൾ അത് 9 ലാസ്റ്റ് വരുന്ന 2 എണ്ണം, 7 ലാസ്റ്റ് വരുന്ന 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് 4ഉം എന്താണ്? ഓഡ് നമ്പറാണ്. അതുപോലെ 7 കൊണ്ട് ഉണ്ടാക്കിയാൽ ഏതൊക്കെയാണ് ഉള്ളത്? 9 ലാസ്റ്റ് വരുന്നത് മാത്രമേ ഉള്ളൂ, അത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ 2 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തിൽ 4 എണ്ണം ഉണ്ട്, രണ്ടാമത്തിൽ 2 എണ്ണം ഉണ്ട്. അടുത്തേലും 4 എണ്ണം ഉണ്ട് അല്ലേ. 9 വരുന്നതും 7 വരുന്നതും ഉണ്ട്. അടുത്തേലോ 7 വരുന്നത് മാത്രമേ ഉള്ളൂ, അത് 2 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 4ഉം 2ഉം 6, 6ഉം 4ഉം പിന്നെ 10, 10ഉം 2ഉം 12 എണ്ണാണ് ഓഡ് നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ സീൻ്റെ ആൻസറായിട്ട് 12 എന്ന് എഴുതാം അല്ലേ. ഓക്കെ അല്ലേ. ഇനി ക്വസ്റ്റ്യൻ ഡി നോക്കാം. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ് 6, 7, 8 ആൻഡ് 0 എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നേരത്തെ ഉള്ളതിൽ 9 പകരം ഇതിൽ എന്താ കൊടുത്തിട്ടുള്ളത്? 0 ആണ്. അപ്പോൾ നോക്കൂ, 6 വെച്ചിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? അപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് 6 എണ്ണം പറ്റും അല്ലേ. 7 വെച്ചിട്ടും 6 എണ്ണം പറ്റും, 8 വെച്ചിട്ടും 6 എണ്ണം പറ്റും. പിന്നെ 0 വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? 0 ഫസ്റ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്താവില്ല? അത് 4 ഡിജിറ്റ് നമ്പർ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 0ൻ്റെത് പറ്റൂല. അപ്പോൾ മൊത്തം എത്ര എണ്ണം പറ്റുന്നത്? 18 എണ്ണമാണ് അല്ലേ. 6ഉം 6ഉം 12, 12ഉം 6ഉം 18 എണ്ണമാണ് നമുക്ക് പറ്റുക. ഓക്കെ ആണല്ലോ. നമുക്കിതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ഇ നോക്കാം അല്ലേ. ഫൈൻഡ് ദ നമ്പർ അക്കോർഡിംഗ് ടു ദ ഹിൻസ് ഗിവൺ ബിലോ. എന്നിട്ട് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്, താഴെ കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അല്ല ഹിൻസൊക്കെ നോക്കിയിട്ട് താഴെയുള്ള നമ്പർ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഹിൻ്റ് എന്താണ്? ഡിജിറ്റ്സ് 0, 4, 6, 8 ആൻഡ് 5 ആർ യൂസ്ഡ് ഫ്രം ദി നമ്പർ. ആ ഒരു നമ്പറിൽ ഈ 5 അക്കങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ എല്ലാ എണ്ണത്തിലും ഈ 5 അക്കങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇനി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഹിൻറ്റ് നോക്കാം. ദ നമ്പർ ഈസ് ബിറ്റ്വീൻ 40,000 ആൻഡ് 50,000. അതായത് 40,000-നും 50,000-നും ഇടയിലുള്ള ഒരു സംഖ്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻസിൽ നോക്കൂ, 40,000-ൻ്റെയും 50,000-ൻ്റെയും ഇടയിലുള്ള 3 എണ്ണം ഉണ്ട്. ആ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്തല്ല? 50,000-ൻ്റെയും മുകളിലാണ് അല്ലേ, 86,000 ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഏതൊക്കെ ആവാം? ഒന്നുകിൽ ഓപ്ഷൻ എ ആവാം, അല്ലെങ്കിൽ സി, അല്ലെങ്കിൽ ഡി ആവാം. പിന്നെ അടുത്ത ഹിൻറ്റ് നോക്കൂ, ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതൊരു ഓഡ് നമ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കൂ ഏതൊക്കെയാണ് ഓഡ് നമ്പർ ഉള്ളത്. ഓഡ് നമ്പർ ഏതാ നോക്കാൻ അവസാനത്തെ അക്കം, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് വൺസിൻ്റെ പ്ലേസിലുള്ളത് ഓഡ് നമ്പർ ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ എ ഓപ്ഷൻ പിന്നെ എന്താണ്? ഓപ്ഷൻ എ എന്താണ്? ഓഡ് നമ്പർ ആണല്ലേ. അത് 5 ലാസ്റ്റത്തെ അക്കം, അതുകൊണ്ട് തന്നെ അത് ഓഡ് നമ്പർ ആണ് നമുക്കറിയാം. ഓപ്ഷൻ സിയോ അത് 8, അതുകൊണ്ട് അത് ഈവൻ നമ്പർ ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് ആൻസറായിട്ട് വരാൻ സാധ്യതയില്ല. പിന്നെ ഓപ്ഷൻ ഡിയോ അതും പിന്നെ ഓഡ് നമ്പറാണ്. അതുകൊണ്ട് ഓപ്ഷൻ എയോ ഓപ്ഷൻ ഡിയോ ആയിരിക്കും നമുക്ക് ആൻസറായിട്ട് വരാൻ സാധ്യത ഉള്ളത്. പിന്നെ അതിലേതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ഹിൻറ്റ് നോക്കാം. ദ ഡിജിറ്റ് ഇൻ ദി 100th പ്ലേസ് ഓഫ് ദ നമ്പർ ഈസ് 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഡിജിറ്റിൻ്റെ 100th പ്ലേസിൽ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഓപ്ഷൻ എയോ ഓപ്ഷൻ ഡിയോ ആണ് ആൻസർ നമുക്കറിയാം. അതിൽ രണ്ടിലും എന്താണ്? 100th പ്ലേസിൽ 0 ആണ്. അതുകൊണ്ട് തന്നെ അതിലേതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഹിൻറ്റ് നോക്കാം. The number formed by 3 middle digits is between 600 and 700 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സെൻറ്ററിലുള്ള 3 നമ്പർ 600-ൻ്റെയും 700-ൻ്റെയും ഇടയിലായിരിക്കും അല്ലേ. അപ്പോൾ നോക്കൂ, ആദ്യത്തേതിൽ 806 എന്നല്ലേ, 806 ആണ്. അപ്പോൾ അത് എന്തല്ല? 700-ൻ്റെ മുകളിലാണ്. അതുകൊണ്ട് അത് ആൻസർ ആവില്ല. പിന്നെ അടുത്ത ഡിയിൽ ഏതാണ്? 608 ആണല്ലേ. അത് 600-ൻ്റെയും 700-ൻ്റെയും ഇടയിലുള്ള നമ്പർ അല്ലേ. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ആൻസർ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഇൻ്റെ ആൻസർ എന്ന് പറയുന്നത് 46,085 ആയിരിക്കും അല്ലേ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. There are 1,775 students in a school. It was decided to distribute ladoos to all students on the ഒക്കേഷൻ ഓഫ് പ്രവേശനോത്സവം. എന്നിട്ട് അതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ഈച്ച് പാക്കറ്റ് ബോർഡ് കണ്ടെയ്ൻസ് 25 ലഡൂസ്, ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് ലഡൂസ് വിൽ ബി ദെയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത്
1775 കുട്ടികളുള്ള ഒരു സ്കൂളിൽ പ്രവേശനോത്സവത്തിന് ലഡു വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 25 ലഡുകൾ വീതമുള്ള പാക്കറ്റ്, ഒരു പാക്കറ്റ് 25 വീതമുള്ള പാക്കറ്റ് വാങ്ങിയാൽ എത്ര പാക്ക് ലഡു വാങ്ങേണ്ടി വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 1775 ആണ്. അതുപോലെ ഒരു പാക്കറ്റിൽ എത്ര ലഡു ഉണ്ട് എന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലേ? നമ്പർ ഓഫ് ലഡൂസ് ഇൻ എ പാക്കറ്റ് എത്രയാണ്? 25 ആണ്. എന്താ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത്? ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് ആകെ 1775 ലഡു ആണ്. ഒരു പാക്കറ്റിൽ 25 വീതമുള്ള എത്ര പാക്ക് വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1775 എത്ര 25 ഉണ്ട് എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 1775നെ 25 കൊണ്ട് ഹരിക്കണം. അപ്പം എങ്ങനെ ഹരിക്കാം? നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഹരിക്കാം. അതായത് ആദ്യം കള്ളിയൊക്കെ വരച്ചിട്ട് ആ കള്ളിയുടെ ഉള്ളിൽ 1775 എന്ന് എഴുതുക, അതുപോലെ മുകളിൽ 25 എന്ന് എഴുതാം. ഇനി നമ്മൾ 1775 എത്ര 25 ഉണ്ട് എന്നാണ് നോക്കുന്നത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ ആദ്യം എഴുതാം. ഞാനിപ്പോൾ ഒരു 50 എന്നാണ് എഴുതുന്നത്. 50 എന്ന് എഴുതണം യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് സംഖ്യയാണോ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് അത് എഴുതാം. അത് കഴിഞ്ഞിട്ട് അതെന്തായാലും അതിനെ 25 കൊണ്ട് ഗുണിച്ചാൽ 1775ൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല, അതിൻ്റെ താഴെ ഉള്ളതാവണമെന്നേ ഉള്ളൂ. ബാക്കി ഏത് എഴുതി കഴിഞ്ഞാലും നമുക്ക് പിന്നെ അത് കുറച്ചിട്ട് പിന്നെയും ചെയ്ത് നമ്മൾ കൂട്ടി കഴിയുമ്പോൾ കറക്റ്റ് ആൻസർ, ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ 50 ആണ്. അപ്പോൾ ആ 50 എന്ന് നമ്മൾ കള്ളിയുടെ ഇടത് ഭാഗത്ത് എഴുതണം. അതുപോലെ കള്ളിയുടെ വലത് ഭാഗത്ത് എന്താ എഴുതേണ്ടത്? 50നെ 25 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുന്നത് എന്ന് എഴുതണം അല്ലേ? അപ്പോൾ 50 × 25 എത്രയാണ്? 50 × 25 1250 ആണ്. ഇനി ആ 1250നെ നമ്മൾ എന്ത് ചെയ്യണം? ആ കള്ളിയുടെ ഉള്ളിൽ ഒന്നുകൂടെ എഴുതി കൊടുക്കണം അല്ലേ? ഇനി നിങ്ങൾ 50ന് പകരം വേറെ ഏതെങ്കിലും ഒരു സംഖ്യയാണ് എടുത്തതെങ്കിലോ? അപ്പോൾ എന്തായിരിക്കും? അവിടെ വേറെ സംഖ്യ ആയിരിക്കും കിട്ടുക. എന്നിട്ട് അത് കുറച്ചിട്ട് എഴുതി ഇങ്ങനെ വീണ്ടും ചെയ്ത് വരിക ചെയ്യുക. അപ്പോൾ നമ്മൾ 50 എടുത്തുകൊണ്ടാണ് അതെന്തായത്? 1250 എന്നായത്. ഇനി ആ 1775ന്ന് 1250 കുറക്കുക. ബാക്കി എത്രയാണുള്ളത് നോക്കുക. അപ്പോൾ എത്രയാ? 525 ആണ് അല്ലേ? 1775ന്ന് 1250 കുറക്കുമ്പോൾ 525 എന്ന് കിട്ടും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 525ൽ എത്ര 25 ഉണ്ട് നോക്കണം. 525ൽ ഏകദേശം എത്ര 25 ഉണ്ടാവുമെന്ന് വെറുതെ നമ്മളൊന്ന് ഗസ് ചെയ്യുക. എന്നിട്ട് ആ സംഖ്യ തന്നെ എഴുതിയാൽ നമുക്ക് കുറേ കണക്ക് ചെയ്യാതെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. 525ൽ എത്ര 25 ഉണ്ടാവും? 2125 ആണ് അല്ലേ? 525 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 21 കൊണ്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അത് ഗസ് ചെയ്യാൻ പറ്റണില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? 10 കൊണ്ടോ 20 കൊണ്ടോ ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് ബാലൻസ് വരുന്നത് വീണ്ടും കുറച്ച് എഴുതിയിട്ട് വീണ്ടും അതിൽ ബാക്കി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 525ൽ 21 25 ആണെന്നുള്ളത് അറിയുന്നത് കൊണ്ട് നമ്മൾ 21 എന്ന് കളിയുടെ ഇടതുഭാഗത്തും 21 × 25 എത്രയാണെന്നുള്ളത് വലതുഭാഗത്തും എഴുതുക. 21 × 25 എത്രയാണ്? 525 ആണ്. അത് നമ്മൾ വലതുഭാഗത്തും എഴുതിയിട്ടുണ്ട്. ഇനി ആ 525 നമ്മൾ കളിയുടെ ഉള്ളിലും കൂടെ എഴുതി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 525ന്ന് 525 കുറച്ച് എഴുതുക അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 0 എന്ന് കിട്ടൂലേ? അതാണ് മിച്ചെന്ന് പറയുന്നത്. അതായത് മിച്ചമായിട്ടൊന്നുമില്ല. പിന്നെ ഉത്തരം എത്രയാണ് കിട്ടുന്നത്? ഒരു 50 ഉണ്ട്, ഒരു 21 ഉണ്ട് അല്ലേ? 50ഉം 21ഉം കൂടി കൂട്ടിയിട്ട് താഴെ എഴുതുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 71 എന്ന് കിട്ടൂലേ? ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും സംഖ്യ വെച്ചൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് വന്നതെങ്കിലും അതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ എത്രയാണ് കിട്ടുക? 71 തന്നെ കിട്ടും. 50ന് പകരം നിങ്ങൾ ആദ്യം ഒരു 20ഓ 10 ഒക്കെ വെച്ച് ചെയ്ത് വീണ്ടും അങ്ങനെ കുറച്ച് എഴുതി ചെയ്ത് പോന്നാലും കള്ളികൾ കുറേ ആവുന്നേ ഉള്ളൂ. ഉത്തരം എന്ത് തന്നെ കിട്ടും? 71 തന്നെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഹരണഫലം എത്രയാണ് കിട്ടിയത്? 71 ആണ് അല്ലേ? 1775നെ 25 കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര ഉത്തരം കിട്ടിയത്? 71 ആണ്. അതായത് ആകെ പാക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 71 ആണ് അല്ലേ? ഇനി ഇതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ. 225 more ladoos were bought for guest. Each packet contained 15 ladoos. How many more packets of ladoos were bought എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അതായത് 225 ലഡു കൂടെ വാങ്ങിയിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ 15 വീതമുള്ള ലഡു ആണ്. അപ്പോൾ എത്ര പാക്കറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ടോട്ടൽ നമ്പർ ഓഫ് ലഡു എത്രയാണ് തന്നിട്ടുണ്ട്? 225. അതുപോലെ നമ്പർ ഓഫ് ലഡു ഇൻ 1 പാക്കറ്റ് എത്രയാണ്? 15 ആണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് പാക്കറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 225നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 225നെ 15 കൊണ്ട് ഹരിക്കണം. അതായത് ആകെ ലഡുവിൻ്റെ എണ്ണം 225 ആണ്. ഒരു പാക്കറ്റിൽ 15 എണ്ണമാണ്. അപ്പോൾ എത്ര പാക്കറ്റ് ഉണ്ട് എന്ന് അറിയാൻ 225ൽ എത്ര 15 ഉണ്ട് എന്നാണ് അറിയേണ്ടത് അല്ലേ? അപ്പോഴല്ലേ എത്ര പാക്കറ്റ് ഉണ്ട് എന്ന് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 225നെ 15 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കള്ളിയൊക്കെ വരച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഹരിച്ചു നോക്കാം. അപ്പോൾ എന്താണ്? 225 എന്ന് കള്ളിയുടെ ഉള്ളിലും മുകളിൽ 15 എന്നും
എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഏതെങ്കിലും ഒരു സംഖ്യ, നമ്മളിപ്പോൾ 10 കൊണ്ടൊന്ന് നോക്കുക. എത്ര 225 എത്ര 15 ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് 10 എന്തായാലും ഉണ്ടല്ലോ. 10, 15, 150. 10 എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. എളുപ്പത്തിന് വേണ്ടി 10 എടുത്തു എന്നേ ഉള്ളൂ. 15 ആ സംഖ്യ കൊണ്ട്, നിങ്ങൾ എടുക്കുന്ന സംഖ്യ കൊണ്ട് 15 ഗുണിച്ചാൽ അത് 225 മുകളിലേക്ക് പോകാൻ പാടില്ല. 225 താഴെ വരുന്ന ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം. നമുക്ക് 10 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 10 എന്ന് ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ആ കള്ളിയുടെ ഇടത് ഭാഗത്ത് 10 എന്നും വലത് ഭാഗത്ത് 10നെ 15 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുന്നത് എന്നും എഴുതുക. 10നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? ഏത് സംഖ്യനെയും 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 15ക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ 150 എന്നാണ് കിട്ടുക. അപ്പോൾ 10, 15, 150 ആണ്. ആ 150 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആ കള്ളിയുടെ ഉള്ളിലും കൂടെ ഒന്ന് എഴുതി കൊടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 225 150 കുറച്ചിട്ട് ബാക്കി എത്രയാണെന്ന് എഴുതണം അല്ലേ. 150 എത്ര 15 ഉള്ളത് എന്നുള്ളപ്പോൾ നമ്മൾ എഴുതി 10 എന്ന് എഴുതി. ഇനി ബാക്കിയുള്ളതിൽ എത്ര ഉണ്ട് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ 225 ആ 150 കുറച്ചിട്ട് ബാക്കി എത്ര ഉണ്ട് നോക്കുക. അപ്പോൾ 225 150 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 75 എന്ന് കിട്ടൂലേ. അത് നമുക്ക് അതിൻ്റെ താഴെയുള്ള കള്ളിയിൽ എഴുതാം. ഇനി നമുക്ക് എത്രയാണ് എഴുതേണ്ടത്? നോക്കൂ, 15നെ ഏത് സംഖ്യ ഉണ്ടെങ്കിലും ഒന്ന് ഗുണിച്ചാൽ 75ൻ്റെ ഉള്ളിലോ 75ഓ വരുന്നത് കിട്ടുമോ നോക്കണം. 75ൽ എത്ര 15 ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ അതന്നെ കറക്റ്റ് എഴുതാം. അപ്പം നോക്കൂ, ഞാനൊരു 5 എന്നാണ് എഴുതുന്നതെങ്കിൽ 5, 15 എത്രയാണ്? 75 ആണ് അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ 5 എന്ന് എഴുതിയില്ല, ഒരു 2 എന്ന് എഴുതിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? അപ്പോൾ അതിന് 2 × 15 30 എന്നായിരിക്കും. അപ്പോൾ കള്ളിൻ്റെ ഉള്ളിൽ 30 എന്ന് എഴുതുക, എന്നിട്ട് 75 30 കുറക്കുക, അങ്ങനെ വരൂലേ. വീണ്ടും അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ 5 തന്നെ എഴുതിയിട്ടുണ്ട്. 5, 15 75 ആണ്. അപ്പോൾ നമ്മൾ കള്ളിയുടെ ഇടത് ഭാഗത്ത് 5 എന്നും വലത് ഭാഗത്ത് 5 × 15 എത്രയാണെന്നും എഴുതുക. 5 × 15 75 ആണെന്ന് എഴുതി. ആ 75 എന്നുള്ളത് വീണ്ടും നമ്മൾ കള്ളിൻ്റെ ഉള്ളിലും കൂടെ എഴുതി കൊടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 75 75 കുറച്ചിട്ട് അതിൻ്റെ താഴെ എഴുതുക അല്ലേ. 75 75 കുറക്കുമ്പോൾ എത്രയാണ്? 0 ആണ്. 0 എന്ന് പറയുന്നത് മിച്ചാണ്, അതായത് മിച്ചായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഉത്തരം എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ഒരു 10 ഉണ്ട്, ഒരു 5 ഉണ്ട്. അപ്പോൾ 15 ആണ് അല്ലേ. ഹരണഫലം എന്ന് പറയുന്നത് 15 ആണ്. 225നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ 15 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ കള്ളിയുടെ ഇടത് ഭാഗത്ത് 10, 5 എന്ന് എഴുതിയില്ല, അതിൻ്റെ താഴെയായിട്ട് അത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള 15 എന്ന് എഴുതാല്ലേ. 10, 5 കൂടെ 15 എന്ന് എഴുതാം. അതായത് പാക്കറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 അല്ലേ. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? പാക്കറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ പാക്കറ്റുകളുടെ എണ്ണം സമം 225 ഹരിക്കണം 15 സമം 15 എന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. 20 / 5 = 4. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു 2000 / 5 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് 2000 / 5ന് ഈക്വൽ ആയത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2000നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ആൻസർക്ക് ഒരു 2 0 കൂടി ഇടണം അല്ലേ. ആൻസർ എന്താണ്? 4 ആണ്. ഇതിക്ക് 2 0 കൂടി ഇട്ടാൽ 400 ആണ്. അപ്പോൾ ആൻസർ 400 ആണ് വേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഏതും 400 എന്ന് കറക്റ്റായിട്ട് തന്നിട്ടില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് 400ന് തുല്യമായിട്ടുള്ളത് ഈക്വൽ ആയിട്ടുള്ളത് ഉണ്ടോ നോക്കിയാൽ മതി നമ്മൾ. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 4 × 10 ആണ് അല്ലേ. അപ്പോൾ അത് 40 ആണ് നമുക്കറിയാം. 40 × 100 എത്രയാണ്? 4000 ആണ് അല്ലേ. 4 ഇട്ടിട്ട് 3 0 ആണ് വേണ്ടത്. ഇനി അടുത്തതോ 4 × 100 ആണ്. അപ്പോൾ അതെത്രയാണ്? 4നെ 100 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 4 എന്ന് എഴുതിയിട്ട് 2 0 ഇട്ടാൽ മതി. അപ്പോൾ 400 എന്ന് എഴുതാൻ പറ്റും. 400 എന്നാണല്ലോ നമുക്ക് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ സീൻ്റെ ആൻസർ എന്താണ്? 4 × 100 എന്നാണ് അല്ലേ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് ഉപകാരമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.